ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് സർവാധിപത്യം പുലർത്തിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തിക്ഷയത്തിന് പിന്നിലെ ആസൂത്രിതമായ രാഷ്ട്രീയ തന്ത്രങ്ങളെയും പാർട്ടി പിളർന്ന് പ്രാദേശിക കക്ഷികൾ രൂപീകരിച്ചതിലൂടെ ഉണ്ടായ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനമാണിത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് അടവ് നയം അതിന്റെ ആധുനിക രൂപത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ഉപയോഗിച്ചുവെന്ന നിരീക്ഷണമാണ് ഇതിന്റെ കാതൽ. നാഗ്പൂരിലെ പാർട്ടി ഓഫീസിൽ വെച്ച് അന്നത്തെ മഹാരാഷ്ട്ര മന്ത്രിയും RSS ഉപദേഷ്ടാവുമായിരുന്ന നിതിൻ ഗഡ്കരി ഈ തന്ത്രം ആസൂത്രണം ചെയ്തുവെന്ന ഒരാരോപണവും ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. കോൺഗ്രസിനെ തകർക്കാനുള്ള നീക്കങ്ങൾ മഹാരാഷ്ട്രയിൽ ശരത് പവാറിനെ പോലെയുള്ള ഒരു അധികായൻ പാർട്ടിയുടെ തലപ്പത്തുള്ളിടത്തോളം കാലം അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയാണ് ആദ്യ നീക്കങ്ങൾ നടന്നതെന്നാണ് ആരോപണം. സോണിയാഗാന്ധിയോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇറ്റലി ബന്ധവും അഹമ്മദ് പട്ടേലിനോടുള്ള അമിതമായ വിശ്വാസവും പെരുപ്പിച്ചു കാണിച്ച് ദൂതന്മാരെ അയച്ചുകൊണ്ട് പവാറിനെ മാനസാന്തരപ്പെടുത്തി NCP എന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചു. ആ കാലയളവിൽ പവാർ ആ മണ്ടൻ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു തവണയെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും ഇന്ന് അദ്ദേഹം അക്കാര്യം ഓർത്ത് വിങ്ങുന്നുണ്ടാകാമെന്നുമുള്ള വൈകാരികമായ നിരീക്ഷണവും ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെയും പിന്നീട് കോൺഗ്രസിന്റെയും നേതൃത്വ നിരയിലേക്ക് മമതാ ബാനർജിയെ പോലെ ഒരാൾ ഉയർന്നു വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ RSS നേതൃത്വം വിവിധ ദൂതന്മാരെ ഉപയോഗിച്ച് മമതയെയും സോണിയാഗാന്ധിയെയും രണ്ട് ധ്രുവങ്ങളിൽ നിർത്തി. തുടർന്ന് മമത പാർട്ടിയിലെ വിമതയായി മാറുകയും കോൺഗ്രസ് നേതൃത്വത്തിന് മമതയോട് മുഖം കറുപ്പിക്കേണ്ടി വരികയും ചെയ്തു. ഇതിന്റെ ഫലമായി തൃണമൂൽ കോൺഗ്രസ് എന്ന പ്രാദേശിക പാർട്ടിക്ക് മമത രൂപം നൽകി. മമത കോൺഗ്രസിൽ തുടർന്നിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഒരു നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിലേക്ക് വരുമായിരുന്നില്ല, അല്ലെങ്കിൽ അവരെ അതിന് അനുവദിക്കില്ലായിരുന്നുവെന്നൊരു ശക്തമായ വാദവും ഇവിടെ ഉയർത്തുന്നുണ്ട്. ഏറ്റവും അധികം സീറ്റുകൾ ലഭിച്ചുകൊണ്ട് കോൺഗ്രസിനെ എന്നും പിടിച്ചുയർത്തിയിരുന്ന തമിഴ്നാട്ടിലും ഇതേ അടവ് നയം പ്രയോഗിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദ്രാവിഡ കക്ഷികൾക്ക് മുന്നിൽ 2 സീറ്റുകളും കോൺഗ്രസിന് 3-1 പങ്കിട്ടിരുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന് നേർ വിപരീതമായി കോൺഗ്രസിനായിരുന്നു മുൻഗണന. തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ ആധിപത്യം തകർക്കാൻ ഗവർണർമാരെ ഉപയോഗിച്ച് കളികൾ തുടങ്ങിയെന്നാണ് ആരോപണം. അന്ന് GK മൂപ്പനാർ തമിഴ് മാനില കോൺഗ്രസ് രൂപീകരിച്ചെങ്കിലും പിന്നീട് ആ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ പിടിച്ചു നിൽക്കാനായില്ല. അവസാനം കോൺഗ്രസിലേക്ക് തിരികെ ലയിച്ചു. പിന്നീട് മകൻ GK വാസനും തമിഴ് മാനില കോൺഗ്രസ് പുനരുജ്ജീവിപ്പിച്ചെങ്കിലും എവിടെയും എത്തിയില്ല. കൂടാതെ P ചിദംബരം, വാഴപ്പാടി രാമമൂർത്തി തുടങ്ങിയവരും സ്വന്തം പാർട്ടികളുമായി ഈ വഴിക്ക് സഞ്ചരിച്ചു. എന്നാൽ പിന്നീട് അവർക്ക് മാതൃസംഘടനയിലേക്ക് മടങ്ങേണ്ടി വന്നു. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നതിനെ തകർക്കാൻ ജഗൻ മോഹൻ റെഡ്ഡി YSR കോൺഗ്രസ് രൂപീകരിച്ചതിനെ രാഷ്ട്രീയ എതിരാളികളുടെ തന്ത്രത്തിന്റെ വിജയമായിട്ടാണ് ഇവിടെ വിലയിരുത്തുന്നത്. 2004-ൽ കോൺഗ്രസിനെ തിരികെ അധികാരത്തിലെത്തിച്ച ആന്ധ്രയെ കോൺഗ്രസിന് എന്നേക്കുമായി നഷ്ടപ്പെടാൻ ജഗൻ കാരണഭൂതനായി. ഈ തന്ത്രത്തിന് പ്രചോദനമായത് UP-യിലെയും ബീഹാറിലെയും യാദവന്മാർ ആരംഭിച്ച പ്രാദേശിക പാർട്ടികളാണ്. ഒരു കാലത്ത് UP-യും ബീഹാറും അടക്കി വാണിരുന്നത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. 1984-ലെ തിരഞ്ഞെടുപ്പിൽ UP-യിലെ 80 ലോക്സഭാ സീറ്റുകളും ബീഹാറിലെ 54-ൽ 48 കോൺഗ്രസ് നേടിയിരുന്നു. എന്നാൽ മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും സ്വന്തം പാർട്ടികൾ രൂപീകരിച്ചപ്പോൾ കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന യാദവ വോട്ടുകൾ അവർ വീതം വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അടിത്തറ തകർത്തു. ഇതേ കാലയളവിൽ തന്നെ ND തിവാരിയും അർജുൻ സിംഗും നട്വർ സിംഗും രംഗരാജൻ കുമാരമംഗലവും ചേർന്ന് ഓൾ ഇന്ത്യ ഇന്ദിരാ കോൺഗ്രസ് തിവാരി എന്ന കക്ഷിക്ക് രൂപം നൽകി കോൺഗ്രസിന്റെ നിലവിലുള്ള വോട്ടുകൾ കൂടി ഇല്ലാതാക്കി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ കുത്തക തകർക്കാൻ ഇതേ രീതി ഉപയോഗിച്ചു. PA സാഗ്മ, ന്യൂഫിയോ റിയോ പോലുള്ള നേതാക്കളെ വിഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി. അതുപോലെ ഹിമാചൽ പ്രദേശിൽ സുഖ്രാമിനെ വിഘടിപ്പിച്ച് ഹിമാചൽ വികാസ് കോൺഗ്രസിന് രൂപം നൽകി. ഈ വിഘടിച്ചു പോയ പാർട്ടികളിൽ ഭൂരിഭാഗവും പിന്നീട് കോൺഗ്രസിലേക്ക് ലയിക്കുകയോ അല്ലെങ്കിൽ പ്രാദേശിക കക്ഷികളായി നിലനിൽക്കുകയോ ചെയ്തു. കേരള രാഷ്ട്രീയത്തിലും ഇത്തരം തന്ത്രങ്ങൾ പയറ്റിയതിന്റെ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. K കരുണാകരൻ പോലും ചിലരുടെ ഉപദേശങ്ങളിൽ മയങ്ങി DIC അഥവാ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന പേരിൽ ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയെങ്കിലും അതും പരാജയമായിരുന്നു. AK ആന്റണിയും പ്രണവ് മുഖർജിയും പോലും പാർട്ടി വിട്ടുപോയി തിരിച്ചു വരേണ്ടി വന്നവരാണ്. ഇന്നത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ശശി തരൂരിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഈ കുറിപ്പ് അവസാനം ചർച്ച ചെയ്യുന്നത്. BJPക്ക് കേരളത്തിൽ പെട്ടെന്ന് ഭരണം പിടിക്കാനാവില്ലെന്നും അതിനാൽ കോൺഗ്രസിനെ തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും ഇവിടെ പറയുന്നുണ്ട്. ശശി തരൂരിന്റെ പിന്നിൽ RSS ഉപദേഷ്ടാക്കൾ ഉണ്ടെന്നും അദ്ദേഹം ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചാൽ അത് കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുമെന്നും വിലയിരുത്തുന്നുണ്ട്. ശിവസേനയുടെ അടിവേര് മാന്തിയെടുത്ത് ഷിൻഡെയെ സ്വന്തമാക്കിയ അതേ അടവ് നയം BJP കേരളത്തിലും പ്രയോഗിക്കാൻ ശ്രമിക്കുന്നുവെന്നും ശശി തരൂരിലൂടെ കോൺഗ്രസിലെ അസ്വസ്ഥ വിഭാഗത്തെ കൈക്കലാക്കി
LDFന്റെ പിന്തുണയോടെ ഭരണം നേടാനും പിന്നീട് അതിനെ തകർത്ത് സ്വന്തമായി ഭരണത്തിലെത്താനുമുള്ള ഒരു പ്ലാനിംഗ് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഈ കുറിപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും ശശി തരൂരിന് ഇന്ന് തമ്പാനൂർ രവിയുടെ അത്രയും ജനസ്വീകാര്യതയില്ലെന്നും അദ്ദേഹത്തിന്റെ ചില അനവസരത്തിലുള്ള അനാവശ്യ എഴുത്തുകളും അഭിപ്രായങ്ങളും കാരണം വ്യക്തിപ്രഭാവം മങ്ങുകയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വിശ്വാസം കുറയുകയും ചെയ്തുവെന്നൊരു വിമർശനവും ഇവിടെയുണ്ട്. അതിനാൽ കേന്ദ്രത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് മിസോറാം പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആകുവാനാണ് തരൂർ ശ്രമിക്കേണ്ടത് എന്ന ഉപദേശത്തോടെയാണ് ഈ നിരീക്ഷണം അവസാനിക്കുന്നത്.